വെൽക്കം ടു ക്രേസി വെജ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ കോവയ്ക്ക, കുമ്പളങ്ങ, ചേന, ക്യാരറ്റ്, പിന്നെ പടവലങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് ബീൻസും പിന്നെ നമ്മുടെ സാദാ ബീൻസും, പിന്നെ ബ്രിഞ്ചോൾ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കായും. ഇത്രയും സാധനങ്ങൾ 1/4 കപ്പ് വീതം അല്ലെങ്കിൽ ഒരു പിടി, നമ്മുടെ കൈക്ക് ഒരു പിടി വീതം അരിഞ്ഞത് എടുക്കുക. ഇതേപോലെ 1 ഇഞ്ച് നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുക്കുക. കറിവേപ്പില വേണം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം തക്കാളി പുളിക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഒരു പകുതി, ബാക്കി വെജിറ്റബിൾസ് ഒരു പകുതി വെന്ത ശേഷമാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി തേങ്ങ വേണം. ഒരു 2 പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു കപ്പോളം തേങ്ങ വേണം. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് 4 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു പകുതി ടീസ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ വേവിക്കാൻ എടുക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അത് ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. ബാക്കി നമുക്ക് ആ പച്ചക്കറി വേകാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു 1/4 മുതൽ 1 കപ്പ് വെള്ളം വരെ ഒഴിക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അത് ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ അതൊന്ന് വെന്ത് വരുമ്പം ആവിയിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ആദ്യം. ആ സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങയൊന്ന് ചതച്ച് എടുക്കാം. അപ്പം തേങ്ങ ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ മതി, ഒരു 2 സെക്കൻഡ്. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ബാക്കി വന്ന മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ മാത്രം, ഒന്ന് കറക്കിയാൽ മാത്രം മതി. ജാറിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി ഒരു പകുതി വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ പകുതി ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി അതേപോലെ തന്നെ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്ത ശേഷം ഇനി ഒരു 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ പച്ചക്കറി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ആ കൂട്ടിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ ഇടുന്ന വഴിക്ക് തന്നെ നമുക്ക് അത് യോജിപ്പിക്കാം. പച്ചക്കറികളും തേങ്ങയായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷമാണ് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ആ തേങ്ങ വേകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. തേങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് ഇളക്കിയിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇടുന്നില്ല എങ്കിൽ തക്കാളി മാറ്റിയിട്ട് നമുക്ക് അതിന് പകരം തൈര് ചേർക്കാം.
തൈര് ചേർക്കുന്നത് വാങ്ങി വെച്ച ശേഷമാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അവസാനം നമ്മൾ ഒഴിച്ചു. ഇനി അടച്ചിട്ട് വാങ്ങി വെക്കാം. വാങ്ങി വെച്ച് അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് മതി തൈര് ചേർക്കുന്നെങ്കിൽ അപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ചെറിയ ചൂടോടെ തന്നെ ഉപയോഗിക്കാം. തക്കാളി ഉപയോഗിക്കുന്നില്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തക്കാളി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.